23 ദിവസത്തോളം 17-കാരിയായ കാമുകിയുമൊത്ത് കാട്ടിൽ കഴിയുകയും തുടർന്ന് പോലീസ് പിടിയിലാവുകയും ചെയ്ത മേലുകാവ് സ്വദേശി അപ്പുക്കുട്ടൻ എന്നറിയപ്പെടുന്ന ജോർജ് എന്ന 21-കാരൻ 1 വയസ്സുള്ള കുട്ടിയുടെ പിതാവ്. കുമളി സ്വദേശിനിയായ 17-കാരിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പിതാവ് നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തിയ പോലീസ് സംഘമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. കാട്ടിൽ കഴിഞ്ഞ കാമുകിയും ടാർസനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. പോക്സോ കേസായതിനാൽ ഇനി കുറച്ചുകാലം ടാർസൻ അപ്പുവിന് ജയിലിൽ കിടക്കേണ്ടി വരും. കുട്ടിയുടെ ആദ്യ പിറന്നാൾ ആഘോഷത്തിനായി സ്വന്തം വീട്ടിൽ കഴിയുന്ന കുട്ടിയുടെ അമ്മ ജോർജിനെ വിളിച്ചിരുന്നുവെന്നും എത്താമെന്ന് ജോർജ് ഇവർക്ക് ഉറപ്പ് നൽകിയിരുന്നതായും തുടർന്ന് ആഘോഷം നടത്താൻ 2 ദിവസം ശേഷിക്കെയാണ് ഇയാൾ കാമുകിയുമായി കാടുകയറിയതെന്നുമാണ് പോലീസ് അന്വേഷണത്തിൽ ലഭിച്ച വിവരം. മുട്ടം കോളപ്ര ഭാഗത്താണ് കുട്ടിയുടെ മാതാവ് താമസിക്കുന്നതെന്നും ഇവർക്ക് ജോർജിനേക്കാൾ പ്രായമുണ്ടെന്നും മറ്റുമുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. നേരത്തെ ഗർഭിണിയാണെന്ന് വ്യക്തമായപ്പോൾ ജോർജിനെതിരെ ഇവർ പരാതിയുമായി പോലീസിനെ സമീപിക്കുകയും കേസ് ചാർജ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വിഷയം കോടതിയിലെത്തുകയും ചെയ്തിരുന്നു. ഗർഭിണിയായ യുവതിയെ താൻ സംരക്ഷിച്ചോളാമെന്ന് ജോർജ് കോടതിയിൽ സമ്മതിച്ചുവെന്നും തുടർന്ന് കേസിൽ തുടർ നടപടികൾ ഉണ്ടായില്ല എന്നുമാണ് ലഭ്യമാകുന്ന വിവരം. ജോർജ് 6 മാസത്തോളം തന്റെ മേലുകാവിലെ വീട്ടിൽ സംരക്ഷിച്ചു എന്നും തുടർന്ന് അവിടെ കഴിയാൻ പറ്റാത്ത സാഹചര്യമായതിനാൽ സ്വന്തം വീട്ടിലേക്ക് താമസം മാറുകയായിരുന്നു എന്നും യുവതി പോലീസ് സംഘത്തോട് വിശദീകരിച്ചതായാണ് റിപ്പോർട്ട്. കാട്ടിൽ കയറിയ ഇയാൾ ഈ യുവതിയെ തേടിയെത്താൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിൽ ഇവരുടെ വീടിന് സമീപം ദിവസങ്ങളോളം മഫ്തിയിൽ പോലീസ് കാവലുണ്ടായിരുന്നു. എന്നാൽ നിരവധി പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ ജോർജ് പാട്ടിലാക്കിയിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് ഇയാൾ പെൺകുട്ടികളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നതെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഫേസ്ബുക്കിലെ ഇയാളുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള നിരവധി പെൺകുട്ടികളുടെ രക്ഷകർത്താക്കൾ പോലീസിനെ സമീപിച്ചു എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. കുമളിയിലെ പെൺകുട്ടിക്ക് ഫോൺ വാങ്ങി നൽകിയിരുന്നില്ല എന്ന് വീട്ടുകാർ പോലീസിനെ അറിയിച്ചിരുന്നു. പെൺകുട്ടിയെ ജോർജ് ഫോണിൽ ബന്ധപ്പെടാറുണ്ടെന്ന് പോലീസിന് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വിവരം ലഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് തെളിവെടുപ്പിനിടെ ചോദിച്ചപ്പോൾ ഫോൺ കാട്ടിൽ ഉപേക്ഷിച്ചെന്നാണ് പെൺകുട്ടി പോലീസിൽ അറിയിച്ചിട്ടുള്ളത്. ബൈക്കിൽ കറങ്ങി വരാമെന്ന് വിശ്വസിപ്പിച്ചാണ് പെൺകുട്ടിയെ ജോർജ് കുമളിയിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നതെന്നും പിന്നീട് രക്ഷപ്പെടാൻ മാർഗമില്ലാതായതോടെ ഇയാൾ പറഞ്ഞതൊക്കെ അനുസരിച്ചെന്നുമാണ് ഇപ്പോൾ പെൺകുട്ടി വീട്ടുകാരെ അറിയിച്ചിട്ടുള്ളത്. കാട്ടിൽ കഴിഞ്ഞതിനെ തുടർന്നുള്ള മാനസിക വിഷമതകൾ നീക്കാൻ പെൺകുട്ടിക്ക് കൗൺസിലിംഗ് ലഭ്യമാക്കിയിട്ടുണ്ടെന്നും അറിയുന്നു. കാട്ടിൽ തിരച്ചിലിൽ ഏർപ്പെട്ടിരുന്നവർ തങ്ങൾ നേരിട്ട ദുരിതത്തിന്റെ നേർസാക്ഷ്യവുമായി ഇതേസമയം രംഗത്തെത്തിയിട്ടുണ്ട്. കുടിനീരോ ഭക്ഷണമോ ഇല്ലാതെ ദുർഘടമായ വഴികളും പാറക്കെട്ടുകളും മറ്റും താണ്ടി നടത്തിയ തിരച്ചിലിൽ അടിതെറ്റി വീണ് നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. വനത്തിൽ ജോർജിനെ മുഖാമുഖം കണ്ടുമുട്ടുകയും തുടർന്ന് പിന്തിരിഞ്ഞോടിയ ഇയാളെ പിടിക്കാൻ ഒപ്പമെത്തിയവർ മലമ്പാമ്പിന്റെ മുന്നിൽപ്പെട്ടതായും ഇവരിൽ ഒരാൾ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. 17-കാരിയെ കടത്തിക്കൊണ്ടുപോയി 3 ആഴ്ചയിലേറെ ഇലവീഴ പൂഞ്ചിറയുടെ പരിസര പ്രദേശങ്ങളിലെ മലമടക്കുകളിലും ഗുഹകളിലും കാട്ടിലും മറ്റും കഴിഞ്ഞ മേലുകാവ് സ്വദേശി അപ്പുക്കുട്ടൻ എന്നറിയപ്പെടുന്ന ജോർജിന്റെ ജീവിതയാത്ര ആരെയും അമ്പരപ്പിക്കുന്നതാണ്. ചിങ്ങവനം പോലീസ് ചാർജ് ചെയ്ത പീഡനക്കേസിലും കാഞ്ഞാർ പോലീസ് ചാർജ് ചെയ്ത ബൈക്ക് മോഷണ കേസിലും ജാമ്യം നേടിയാണ് അപ്പു നാട്ടുകാർക്കിടയിൽ വിലസിയിരുന്നത്. മേലുകാവിലെ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിലെ സഹായി എന്ന നിലയിലാണ് അടുത്ത കാലത്ത് അപ്പു നാട്ടിൽ അറിയപ്പെട്ടിരുന്നത്. അടയ്ക്ക വ്യാപാര രംഗത്ത് സജീവമായിരുന്ന വ്യാപാരി കവുങ്ങുകയറ്റത്തിനായി അപ്പുവിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയിരുന്നെന്നാണ് നാട്ടുകാരിൽ നിന്ന് ലഭിച്ച വിവരം. തെങ്ങിലും കവുങ്ങിലുമൊക്കെ കയറാൻ അതിവിദഗ്ധനായ അപ്പുവിന് ടാർസന്റെ മെയ്വഴക്കമുണ്ടെന്നാണ് പോലീസും നാട്ടുകാരും വ്യക്തമാക്കുന്നത്. ചിങ്ങവനം സ്വദേശിയായ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 6 മാസത്തിലേറെ നീണ്ട ഒളിവ് ജീവിതത്തിന് ശേഷമാണ് പോലീസിൽ അപ്പുവിനെ കിട്ടിയത്. പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിലെത്തിയ പോലീസ് സംഘം വീടാകെ തെരഞ്ഞെങ്കിലും അപ്പുവിനെ കണ്ടുകിട്ടിയില്ല. ഒടുവിൽ തെങ്ങിന്റെ മുകളിൽ നിന്നാണ് അപ്പുവിനെ പിടികൂടിയത്. സ്നേഹം നടിച്ചാണ് അപ്പു പെൺകുട്ടികളെ പാട്ടിലാക്കുന്നത്. ഇതുവരെ ഇയാൾ വലയിൽ വീഴ്ത്തിയ പെൺകുട്ടികളെല്ലാം സാധാരണക്കാരുടെയും കൂലിപ്പണിക്കാരുടെയും മക്കളായിരുന്നു. മോർക്കാട്, കോളപ്ര, ഇലവീഴ പൂഞ്ചിറ, അടൂർമല എന്നിവിടങ്ങളിലെ ഉയർന്ന പ്രദേശങ്ങളിലാണ് കുമളി സ്വദേശിനിയായ 17-കാരിക്കൊപ്പം കഴിഞ്ഞതെന്നാണ് അപ്പു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയിട്ടുള്ളത്.